ഞാനിപ്പോൾ ഉള്ളതേ വെളയൂർ കുപ്പൂത്തിലാണ്. 3 വർഷം മുമ്പ് ഇവിടെ സോളാർ വെച്ച ഹാപ്പിയായ ഒരു കസ്റ്റമർ ഉണ്ട്. അതും 5 AC, അതുപോലെ തന്നെ 2 വാഷിംഗ് മെഷീൻ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, അതുപോലെ തന്നെ ഒരു ഓവന്, എയർ ഫ്രയർ തുടങ്ങിയ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. 1 രൂപ പോലും കറണ്ട് ബില്ല് അടക്കുന്നില്ല എന്ന് മാത്രമല്ല, KSEBിക്ക് അധികം കറണ്ട് കൊടുത്ത് ക്യാഷ് ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് മുകളിൽ പോയിട്ടൊന്ന് പരിചയപ്പെടാം. മൊയ്തീൻ ഖാൻ്റെ സോളാർ പ്ലാന്റിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ ഹാപ്പിയായ ഒരു കസ്റ്റമറാണ് മൊയ്തീൻ ഖാൻ. മൊയ്തീൻ ഖാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. 3 വർഷമായിട്ട് ആദ്യം നമ്മൾ എന്തൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ? ഇലക്ട്രിക് പിന്നെ AC ഉണ്ട്. ഉണ്ട് 5 AC ഉണ്ട്. ഇലക്ട്രിക് വാഹനം സ്കൂട്ടി ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്, കറണ്ടിന്റെ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ ഓവൻ ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്. എയർ ഫ്രയർ കൊടുത്താണ് ഞാൻ എനിക്കറിയാതെ. ഒരു സ്കൂട്ടി എത്ര കിലോമീറ്റർ ആയി? അതിപ്പോ 55,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ നമ്മൾ ഇത് വെച്ചതിന് ശേഷം വാങ്ങിച്ചതാ വണ്ടി. നിങ്ങളെല്ലാവരും കേൾക്കണം. എന്നിട്ട് സോളാർ വെച്ചുകൊണ്ട് മൊയ്തീൻക്ക് ഉണ്ടാക്കുന്ന ലാഭം ചില്ലറല്ല. ഇന്ന് വലിയ ഇപ്പോൾ കാലാവസ്ഥ ഉണ്ടല്ലേ, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇന്ന് 18.32. ഇന്നിവിടെ വെയിൽ ഉദിച്ചിട്ടില്ല. വെയിലില്ലാതെ തന്നെ 18.36 യൂണിറ്റ് ഇപ്പോൾ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ 25.47 യൂണിറ്റ് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. കറണ്ട് KSEBിക്ക് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞൊല്ലൊക്കെ പൈസ അങ്ങോട്ട് വാങ്ങിയ ആളും കൂടിയാണ് കേട്ടോ. അപ്പോൾ സോളാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, യാതൊരുവിധ ആശങ്കയും വേണ്ട. ഞങ്ങൾ കേരളത്തിൽ പേയ്മെൻറ്റ് സോളാർ 500-ലധികം കസ്റ്റമർക്ക് ഇപ്പോൾ സോളാർ വെച്ച് കൊടുത്തു. എല്ലാവരും ഹാപ്പിയാണ്. കറണ്ട് ബില്ല് ഓരോ ദിവസവും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കറണ്ടിൻ്റെ ഉപയോഗം കൂടുകയാണ്. അപ്പോൾ സോളാറിലേക്ക് നമ്മളൊക്കെ വേഗത്തിൽ മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം. ഇപ്പോൾ ഗവൺമെൻറ് 78,000 രൂപയാണ് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഒരു 3 കിലോവാട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു 1.25 ലക്ഷം രൂപയ്ക്കാണ് ചിലവ് വരുള്ളൂ. 5 കിലോവാട്ട് ആണെങ്കിൽ ഒരു 2.25 ലക്ഷം രൂപയ്ക്കാണ് ഏകദേശമൊക്കെ ചിലവ് വരുന്നുള്ളൂ. സബ്സിഡി കഴിഞ്ഞ എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അതും ഫസ്റ്റ് ക്വാളിറ്റിയിലൊക്കെ ചെയ്യാൻ നമ്മൾ ടാറ്റയുടെ സ്ട്രക്ചർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബൈഫേഷ്യൽ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ഇൻവെർട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബേയ്മെൻറ്റ് സോളാറുമായിട്ട് ബന്ധപ്പെടുക. ബേയ്മെൻറ്റ് സോളാറിന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ, പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിൽ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലൊക്കെ ഷോറൂമുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ സർവീസ് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മൊയ്തീൻ ഖാൻ്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കണ്ടില്ലേ, അനിയനും സോളാർ വെച്ചു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സോളാറിലേക്ക് മാറുക വീണ്ടും പറയാനുള്ളത്. സോളാർ വെച്ചതിന് ശേഷം വാങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. 54,488 കിലോമീറ്റർ ഈ വണ്ടി സോളാറിൽ ചാർജ് ചെയ്തിട്ട് ഓടിയിട്ടുള്ളത്. 6 കിലോവാട്ടിൻ്റെ ഹാവൽസിൻ്റെ ഇൻവെർട്ടർ, ഈ ഹാവൽസിൻ്റെ AC DC ബോക്സുകൾ ഒക്കെയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. വർക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെ നല്ല ഫിനിഷായിട്ട് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്.